ഒന്നുമില്ല. എനിക്ക് തീരെ വയ്യ. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്മേ, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയേ? അമ്മേ, നിധി എന്നെ തല്ലിയത്. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ മുറിയിലേക്ക് പിടിച്ചോണ്ട് പോയതും എന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയതൊക്കെ ഇവളാ. എനിക്ക് വയ്യ. പ്രണവേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ? ശിവാനി, ഒന്നുമില്ലെന്നേ. നോക്കി നിൽക്കാതെ അവളെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. ഗൗതം, നീ കൂടി ചെല്ല അവന്റെ കൂടെ. ശിവാനി, 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 മോളെ കണ്ണു തുറക്ക്. ശിവാനി, മോളെ, ശിവാനി, മോളെ, ശിവാനി, ശിവാനി, മോളെ, ശിവാനി, കണ്ണു തുറക്ക്. ശിവാനി, മോളെ, ശിവാനി, മോളെ. എന്താ പറ്റിയത്? ഇതിന്റെ വൈഫാ, പ്രഗ്നന്റാ. സ്റ്റെപ്പ് ചെയ്തൊന്നും താഴെ വീണു. വെറുതെ വീണതൊന്നുമല്ല. ദേ, ഇവള് മനഃപൂർവ്വം തള്ളിയിട്ടതാ. എന്റെ മോളുടെ വയറ്റില് ഇരട്ട കുഞ്ഞുങ്ങളാ. സിസ്റ്ററെ, എമർജൻസിയാ, ഒന്ന് വേഗം നോക്കൂ പ്ലീസ്. ഡോക്ടർ തിയേറ്ററിലാണല്ലോ. ഇത് ഇന്ദുലേഖ ഡോക്ടറിന്റെ പേഷ്യന്റ് അല്ലേ? ഒരു കാര്യം ചെയ്യ്, അകത്തേക്ക് കയറ്റിക്കോ. ഞാനിപ്പോ ഡോക്ടറെ വിളിക്കാം. നിങ്ങൾ ഇവിടെ നിന്നോ. മോളെ, എന്റെ ഈശ്വര, ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് ആകെ പേടിയാവുക. കുഴപ്പമൊന്നും കാണുമോ? എല്ലാം ഇവള് ഒറ്റ ഒരുത്തി വരുത്തി വെച്ചല്ലേ, മനഃപൂർവ്വം ചെയ്തതല്ലേ. ദുഷ്ട.